This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നുണപ്രചാരണങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ തിരുമേനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാപ്പോയിൽ ടൗണിൽ സംഘടിപ്പിച്ച നുണപറയൽ മത്സരം വേറിട്ട പ്രതിഷേധമായി. മുൻ ബ്ലോക്ക് സെക്രട്ടറി കെ.എം. ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വി.ഡി. സതീശന്റെ മുഖംമൂടി ധരിച്ചെത്തിയ പ്രവർത്തകർ അദ്ദേഹം ഉന്നയിച്ച വിവിധ ആരോപണങ്ങൾ ആവർത്തിക്കുകയും അവയുടെ വസ്തുതകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തു. മേഖലാ പ്രസിഡന്റ് കെ.വി. സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ.ആർ. രാഹുൽ, പി.കെ. അശ്വിൻ, നിതീഷ് പ്രാപ്പോയിൽ, ടി. അഭിനന്ദ് എന്നിവർ സംസാരിച്ചു. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള നുണകളാണ്, സതീശൻ നുണകളാണ് നാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്ത വിധത്തിൽ തികച്ചും അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്ന വി.ഡി. സതീശന്റെ നുണകൾക്കെതിരെ ഒരു തുറന്നുകാട്ടലെന്നോണം ഡിവൈഎഫ്ഐ തിരുമേനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു സർഗാത്മക പരിപാടി, സതീശന്റെ നുണ പറയൽ എന്ന രീതിയിൽ ഒരു സർഗാത്മക പരിപാടിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി നമ്പർ സഖാവ് കെ.എം. ഷാജിയാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സെക്രട്ടറിയും ബ്ലോക്ക് ഇങ്ങനെ ഒരു പ്രതീകാത്മകമായ പരിപാടി സംഘടിപ്പിക്കാൻ സന്നദ്ധമായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ പ്രതീകാത്മകമായി ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നിട്ടതോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏത് കാര്യം പറഞ്ഞാലും അത് കേരളത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് കാര്യമായാലും അത് കളവ് പറയുക എന്ന് പറയുന്നത് ഒരു നിത്യസംഭവമായി മാറുകയാണ്. അത് നമ്മുടെ കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കൗശലപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നാം എല്ലാം അപൂർവമായിട്ട് മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. കാരണം അപൂർവമായി മാത്രമേ മാധ്യമങ്ങൾ കാണിക്കാറുള്ളൂ. പക്ഷേ നവമാധ്യമങ്ങളുടെ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇക്കാര്യം ആളുകളിൽ എത്തിക്കാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സന്നദ്ധമാകുന്നുണ്ട് എന്ന് വി.ഡി. സതീശൻ മനസ്സിലാക്കണം. വി.ഡി. സതീശനെ തിരുത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകുന്നെങ്കിൽ ഇന്ന് ഈ ഗതി ആ പാർട്ടിക്കും വി.ഡി. സതീശനും വരില്ലായിരുന്നു. മന്ത്രി നമ്മളെയും കൂടി മന്ത്രിയെല്ലാം തന്നെ, പക്ഷെ ഓനെല്ലാം ഞാൻ അങ്ങനെ അവനെല്ലാം വിളിക്കുക, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. സാറേ ഇപ്പൊ പണ്ടത്തെ പോലത്തെ കാലമൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ സാറ് അവന്ന് വിളിച്ചതും ഇവന്ന് വിളിച്ചതെല്ലാം നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും എല്ലാം ഉണ്ട്. അതൊക്കെ ചിലപ്പോ ഞാൻ മറന്നുപോയായിരിക്കും. എന്ത് പറഞ്ഞാലും കേരളത്തിലെ 150 സ്ഥലത്ത് റോഡ് തകർന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 150 സ്ഥലത്ത് നമ്മുടെ നാഷണൽ ഹൈവേ തകർന്നു പോയി എന്നാണ് സാറ് പറഞ്ഞത്. പക്ഷെ ആ സാർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആകെ ഒരു സ്ഥലത്താണ് ചെറിയൊരു പോരായ്മ സംഭവിച്ചത്. അത് അപ്പം തന്നെ പരിഹരിക്കുകയും ചെയ്തു. 150 സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ, കുറച്ച് തള്ളല്ലേ? എണ്ണമെല്ലാം ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. 150 ചിലപ്പോൾ 150 തന്നെ ആവണമെന്നില്ല, 149 ആവാം, 148 ആവാം. അതെല്ലാം ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവായിരിക്കും. അതെല്ലാം ശരിയുണ്ടായിരിക്കും. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ഈ കേരളത്തിൽ നിന്ന് നിരവധി കുട്ടികളാണ് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയത്. നിരവധി കുട്ടികൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. അയ്യോ, വീണ്ടും ഇതാ സാർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറിന് ഇപ്പൊ കുറച്ച് മറവി ഇച്ചിരി കൂടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം പല സ്ഥലങ്ങളിലേക്കും വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് വിദേശത്തേക്ക് പോകുന്ന ഒരു സ്ഥലം കേരളമാണ്. ഇന്ത്യയിൽ തന്നെ കുറവ്, ആദ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ പോലും കേരളം വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ വരുന്നില്ല. ഗുജറാത്ത്, മോദിയുടെ ഗുജറാത്തും പഞ്ചാബും മഹാരാഷ്ട്രയൊക്കെയാണ് വരുന്നത്. കടകംപള്ളി എന്റെ അടുത്ത ചെങ്ങായിയാണ്. ഓൻ സ്വർണം കട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടാ. അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം. അയ്യോ, സാറ് വീണ്ടും മറക്കുകയാണ് കേട്ടോ. അതായത് സാറ് ഇത് പറയുകയും ചെയ്തു, മാധ്യമങ്ങളുടെ മുമ്പിലാണ് പറഞ്ഞത്. അപ്പോ കടകംപള്ളി കോടതിയിൽ പോയി. പക്ഷെ സാറ് ജഡ്ജിയുടെ മുമ്പിൽ കാല് പിടിച്ചു പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. സാറ് വീണ്ടും ഇങ്ങനെ മറക്കുന്നത്, സാറൊന്നുമില്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവല്ലേ, അതുകൊണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും ചൂരൽമഴ മുണ്ടക്കയില് വയനാട്ടിൽ 300 വീട് കോൺഗ്രസ് നൽകി. നിങ്ങൾ എന്താ ചെയ്തേ? അവിടെ അത്രയും ആളുകൾക്ക് 178 ആളുകൾക്ക് സർക്കാർ വീട് നൽകി. ഇനി 300 ആളുകൾക്ക് എന്തായാലും വീടിന്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ പോലെ 3 ഏക്കർ മാത്രമേ ആകെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളൂ. ഇവിടെ 25-ാം തീയതി 178 വീട് കൊടുക്കാൻ വേണ്ടി പോവാണ്. 26-ാം തീയതി നിങ്ങൾ കല്ലിടാൻ എപ്പോഴത്തെ പോലെ അവിടെ ഇവിടെ കല്ലിടാൻ വേണ്ടി പോകുന്നത് മാത്രമേ ഉള്ളൂ. വീണ്ടും സാറ് നുണ പറയുകയാണ്. 3 ഏക്കർ കൊണ്ട് 8 സെന്റ് സ്ഥലം വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ തന്നെ അത് പൊളിഞ്ഞു പോയില്ലേ സാറേ? 3 ഏക്കർ കൊണ്ട് 8 സെന്റില് സ്ഥലം ഒന്നുമില്ല. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ 2 നില വീട് വെക്കും, ചിലപ്പോൾ 3 നില വീട് വെക്കും, ചിലപ്പോൾ ഫ്ലാറ്റ് വെക്കും. അതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലായിരിക്കില്ല, ചിലപ്പോൾ അടുത്ത നൂറ്റാണ്ടിലായിരിക്കും വെക്കുക. അതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിലെ സിലബസ് വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സ്കൂളുകളിലും മറ്റും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കാണ് ഉള്ളത്? അയ്യോ സാറേ, പണ്ടത്തെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ. അബ്ദുൾ റബ്ബിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം, ഇപ്പോഴത്തെ സിലബസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് ഓണം നേരത്തെ വന്നുകൊണ്ടാണ് ഇവിടെ പുസ്തകം കൊടുക്കാൻ സാധിക്കാത്തതെന്നാണ് അബ്ദുൾ റബ്ബ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ അവിടെ AI പഠിപ്പിക്കുന്നു, റോബോട്ടിക്സ് പഠിപ്പിക്കുന്നു, 50,000-ന് മേലെ സ്മാർട്ട് ക്ലാസ് റൂമുകളായി, പൊതുവിദ്യാഭ്യാസ യത്നം. ആളുകൾ ഇക്കാര്യങ്ങളൊക്കെ ഈ പ്രാപ്പർ സ്കൂൾ തന്നെ നോക്കിയോ, ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എന്നെ പോലൊരു പ്രതിപക്ഷ നേതാവ് കണ്ടിട്ടുണ്ട്. നമ്മ ഈ RSSകാർ പരിപാടി വെക്കുന്ന സ്ഥലത്തേക്ക് പോലും കൂടിയില്ല. നിങ്ങൾ നമ്മ ഫോട്ടോയ്ക്കെല്ലാം തിരിയത്തിഞ്ഞെല്ലാം പറഞ്ഞെല്ലാം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കലായി. അയ്യോ സാറേ, വീണ്ടും സാറ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സാറ് RSSന്റെ പരിപാടിക്ക് പോവുകയും ചെയ്തു. പോകുക മാത്രമല്ല, അവിടെ പോയി RSSന്റെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ അവിടെ തിരിയിട്ട് തൊഴുത് നിൽക്കുന്ന നിലയുണ്ടായി. അതൊക്കെ ഇപ്പൊ ഏടെ കാലം മക്കളെ. CMDRF-ലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ എടുക്കുന്നത് ഞാനോ എന്റെ കോൺഗ്രസോ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ സാറേ, പറഞ്ഞു. നിങ്ങൾ കോൺഗ്രസ് പറഞ്ഞു CMDRF-ൽ കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ KPCC പ്രസിഡന്റ് K. സുധാകരനാണ് പറഞ്ഞത്. പാവം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല CMDRF-ലേക്ക് 1 ലക്ഷം രൂപ കൊടുത്തപ്പോൾ പറഞ്ഞത് അതിനൊക്കെ പാർട്ടി ഫോറുണ്ട്, മേലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്നാണ് അന്നത്തെ K. സുധാകരനും സാറും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കും. എന്തെല്ലാം പറഞ്ഞാലും ഒരു മത നേതാവിന്റെയും തിണ്ണം നിറങ്ങാൻ വേണ്ടി നമ്മൾ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനത്തെ ആളാണ്. അപ്പൊ ഞാൻ ഒരു തരത്തിലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പൊ ഒരു തരത്തിലും ഞാൻ ഒരു മത നേതാവിന്റെ തിണ്ണം നിറങ്ങാൻ വേണ്ടി ഇതുവരെ ഞാൻ പോയിട്ടില്ല. അയ്യോ സാറേ, സാറിന് ഇപ്പൊ ഭയങ്കരമായിട്ട് മറവി കൂടുന്നുണ്ട്. എന്താ, ഈ അടുത്ത കാലത്ത് മാത്രമല്ല, ഈ തൊട്ടടുത്ത കാലത്താണ് NSSന്റെ നേതാവ് സുകുമാരൻ നായർ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തിണ്ണ നിരങ്ങി അവിടെ കറങ്ങി നടന്നയാളാണ് സതീശ് എന്ന്. ജമാഅത്ത് ഇസ്ലാമിനെ ഇപ്പൊ കൂട്ടുപിടിക്കുന്നത്, അവർക്ക് വർഗീയതയില്ല എന്ന് പറയുന്നത് ഒക്കെ സതീശനാണ്. ഇപ്പൊ UDF-ന്റെ ഒരു ഘടകകക്ഷിയായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി വരുന്നത്. SNDP-യുടെയും NSSന്റെയും ഒക്കെ തിണ്ണ നിരങ്ങാൻ പോകുന്ന അവര് തന്നെ ആക്ഷേപിച്ച് ആട്ടിവിടുന്ന നിലയുണ്ടായി. അത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന നാണം കെട്ട ഒരു അവസ്ഥ കൂടി സാറിന് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.